നമസ്തേ, ബ്രില്യൻസ് അക്കാഡമിയുടെ ഹിന്ദി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് എട്ടാമത്തെ പാഠഭാഗം നോക്കാം. എട്ടാമത്തെ പാഠത്തിൻ്റെ പേര് സമകാലീൻ കവിത. സമകാലീൻ കവിത എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇത്. സമകാലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നത്തെ കാലത്ത്, അതായത് പ്രസന്റ്ലി നമ്മളിപ്പോൾ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലം വരെ അല്ലേ, ഇന്നു വരെയുള്ള ഇതിനെ നമുക്ക് സമകാലീൻ കാവ്യം എന്ന് പറയും ഹിന്ദി സാഹിത്യത്തിൽ കേട്ടോ. അപ്പം സമകാലീൻ കവിതയാണ്. ആ കവിത ആജ് കി കവിത എന്നും കൂടെ അതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആജ് കി കവിത എന്നും കൂടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ. സമകാലീൻ കവിത, ആജ് കി കവിത അല്ലേ. ആജ് എന്ന് പറഞ്ഞാൽ ടുഡേ അല്ലേ, ഇന്നത്തെ കവിതകൾ അല്ലേ. അപ്പം പഴയ കാലത്തെ കവിതകളും ഇന്നത്തെ കാലത്തെ കവിതകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പഴയ കാലത്തെ കവിതകളിൽ ഒരുപാട് അലങ്കാരങ്ങൾ, വൃത്തങ്ങൾ അല്ലേ, അതിനൊരു ലയവും താളവും അല്ലേ, അതിന് ഒരുപാട് റൂൾസുകൾ ഉണ്ടായിരുന്നു. ആ റൂൾസുകളൊക്കെ നമ്മൾ നോക്കിയാലേ ഒരു എന്താ പറയുക, ഒരു കവിയെയും ഒരു കവിതയെയും നമ്മൾ തിരഞ്ഞെടുക്കുകയുള്ളൂ അല്ലേ. അപ്പം അതൊക്കെ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരാളെ മാത്രമേ നമ്മൾ കവി എന്ന് പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്തിൻ്റെ എല്ലാം മാറി. ഇന്നത്തെ കാലത്തെ കവിതകളുടെ കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞു അല്ലേ. എങ്ങനെ? നമ്മൾ ഇന്ന് ഗദ്യരൂപത്തിലുള്ള കവിതകളാണ് അല്ലേ. പണ്ടൊക്കെ എന്താണ്? പദ്യരൂപത്തിലുള്ള കവിതകൾ അല്ലേ. ഇന്ന് ഗദ്യരൂപത്തിലുള്ള കവിതകൾ. നമ്മളിങ്ങനെ സംസാരിക്കും, നമുക്ക് വേണമെങ്കിൽ ഒരു കവിയാവാം അല്ലേ. സംസാരിക്കുന്ന പോലെയുള്ള കവിതകൾ അല്ലേ. നിമിഷ കവികൾ പിറവി കൊള്ളുന്ന കാലഘട്ടമാണ് അല്ലേ. പക്ഷെ നമ്മൾ വളരെ സിമ്പിളായിരിക്കും. പക്ഷെ നമ്മളെന്താണ്, നമ്മളെ മനസ്സിലെ ആഴത്തിൽ സ്പർശിക്കുന്ന രീതിയിലുള്ള കവിതകൾ ആയിരുന്നില്ല എന്ത് സമകാലീൻ കവിതകൾ എന്ന് പറയുന്നത് അല്ലേ. പഴയ കാലത്തെ കവിതകൾ എന്താണ്, എപ്പോഴും നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളും അല്ലേ. ഇപ്പം നമ്മളൊരു ഫിലിം സോങ് എടുക്കുകയാണെങ്കിലും ഇന്നത്തെ കാലത്തെ കവിതകൾ നമ്മൾ കൂടിപ്പോയ 1 വർഷം 2 വർഷമൊക്കെ നമ്മുടെ മനസ്സിൽ അങ്ങനെ കിടക്കും അല്ലേ. പഴയ കാലത്തെ പാട്ടുകൾ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല, എന്നാലും നമുക്കതിൻ്റെ ട്യൂണോ മ്യൂസിക്കോ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് പാടിപ്പോവും. നമുക്ക് ഇഷ്ടമില്ലാത്ത കവിതയാണെങ്കിലും പാട്ടാണെങ്കിലും ഒക്കെ അല്ലേ. അപ്പം അത് തമ്മിലുള്ള വ്യത്യാസം അതാണ് കേട്ടോ. സമകാലീൻ കവിതയുടെ വ്യത്യാസം അതാണ്. അപ്പം ഇതിൽ 2 കവികളുടെ കവിതകളാണ്. ഒന്നെന്താണ്? രാജേഷ് ജോഷി തഥാ നരേഷ് സക്സേന കേട്ടോ. രാജേഷ് ജോഷിയുടേതാണ്. അപ്പോൾ ഈ കവികളുടെ പേരുകളൊക്കെ നമ്മൾ ഓർത്ത് വെക്കണം. അതിനെന്തെങ്കിലുമൊക്കെ സൂത്രങ്ങൾ മനസ്സിലാക്കി വെക്കുക. കവിയും കവിതയും അല്ലേ, അവർ ചേർത്ത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ടിപ്പായിട്ട് അല്ലേ, രാജേഷ് ജോഷിയുടെ കവിത ഏതാണോ അതുമായിട്ട് ചേർത്ത് വെച്ചിട്ട് എന്തെങ്കിലും പേരൊക്കെ ആക്കി ഓർത്ത് വെക്കുക അല്ലേ. നമുക്ക് ചിലപ്പോൾ മറന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ രാജേഷ് ജോഷിയുടെ കവിത ഏതാണെന്ന് വെച്ചാൽ സംയുക്ത പരിവാർ എന്ന് പറയുന്ന കവിതയാണ് കേട്ടോ. സംയുക്ത പരിവാർ അല്ലേ. സംയുക്ത പരിവാർ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. സംയുക്ത പരിവാർ എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് ഫാമിലിയാണ് നമ്മൾ സംയുക്ത പരിവാർ എന്ന് പറയുന്നത് അല്ലേ. പരിവാർ എന്ന് പറഞ്ഞാൽ ഫാമിലി അല്ലേ. അപ്പോൾ സംയുക്തം എന്ന് പറഞ്ഞാൽ എന്താ, ചേർന്ന് നിൽക്കുന്നത്, ജോയിൻ അല്ലേ, കൂട്ടുകുടുംബം അല്ലേ. കൂട്ടുകുടുംബം എന്നാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വേറെ ഒന്നും ഉണ്ടാവില്ലേ. സംയുക്ത പരിവാർ എന്ന് പറഞ്ഞത് കൂട്ടുകുടുംബമാണെങ്കിൽ അണുകുടുംബം എന്ന് പറയുന്നുണ്ട് അല്ലേ. ന്യൂക്ലിയർ ഫാമിലിക്ക് നമ്മൾ എന്താ പറയുക, എക്കൽ പരിവാർ എന്ന് പറയും. എക്കൽ പരിവാർ കേട്ടോ. അപ്പോൾ സംയുക്ത പരിവാർ ആൻഡ് എക്കൽ പരിവാർ അല്ലേ. അപ്പോൾ ഇതിൽ കവിതയുടെ പേര് സംയുക്ത പരിവാറാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു പ്രത്യേകതയും അല്ലേ. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് മാറുന്നതിനനുസരിച്ച് എന്താണ്, അണുകുടുംബമായി മാറി അല്ലേ. ന്യൂക്ലിയർ ഫാമിലിയാണ്. അതിൽ അച്ഛനും അമ്മ കുട്ടി എന്നുള്ള ഒറ്റ അത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പിന്നെ ആരുമില്ല അല്ലേ. അപ്പം അച്ഛനും അമ്മയും എന്താണോ പറയുന്നത്, എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ കുട്ടി പറയാന്നുള്ളൂ. ചിലപ്പോൾ അച്ഛനും അമ്മയും കാണാനും ഈ കുട്ടിക്ക് നേരം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇന്നത്തെ കാലം പോണത് അല്ലേ. പക്ഷേ സംയുക്ത പരിവാർ എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് ഫാമിലിയിൽ നമ്മുടെ പാരൻസ് ഉണ്ടാവും, ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും, പിന്നെ അതുപോലെ നമ്മുടെ പാരൻസിൻ്റെ സഹോദരങ്ങളാണെങ്കിൽ അവരുണ്ടാവും, അവരുടെ മക്കളുണ്ടായിരിക്കും. അപ്പം ഒരുപാട് പല രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ ഒന്നിച്ചു കൂടുകയാണ്. അപ്പോൾ എന്താണ്, കുട്ടികൾക്ക് അവരിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അതിലുണ്ട് അല്ലേ. അപ്പം അതൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പം അത് തന്നെയാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് അല്ലേ. സംയുക്ത പരിവാറാണ് ബെറ്റർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ രാജേഷ് ജോഷി എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ ജീവിച്ച വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്താണ്, ആ കുടുംബത്തിൻ്റെ, അതായത് ജോയിൻറ്റ് ഫാമിലിയുടെ അല്ലേ, കൂട്ടുകുടുംബത്തിൻ്റെ നന്മയും എല്ലാം അദ്ദേഹത്തിന് അറിയാം. അപ്പം അതുകൊണ്ട് അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് അദ്ദേഹം പറയുകയാണ്. അപ്പം നമ്മൾ ഈ ആദ്യം നമ്മൾ സംയുക്ത പരിവാറും ജോയിൻറ്റ് ഫാമിലിൻ്റെ ഒരു 2 സെൻറ്റൻസ് നമ്മൾ പഠിച്ചു വെക്കണം. എന്താണ്? പരിവാർക്കോ സാമാജികതാക്കി പഹ്ലി ഇക്കായി മാനാ ജാത്താ ഹൈ. അപ്പം നമ്മുടെ ഒരു കുടുംബം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ആദ്യത്തെ പടിയാണ്, ആദ്യത്തെ ഒരു ഇക്കായി പാഠമാണ് അല്ലേ.
നമ്മൾ സമൂഹം നന്നാവണേ നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾ നന്നാവണം അല്ലേ, നമ്മുടെ ചിന്താഗതി നന്നാവണം അല്ലേ. ഓരോ വീട്ടിലും നമ്മൾ എന്താണോ പഠിക്കുന്നത്, എന്താണോ ചെയ്യുന്നത്, അതാണ് സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നത് അല്ലേ. അപ്പം സമൂഹത്തിൻ്റെ ആദ്യ പടിയാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ആ സെൻറ്റൻസ് നമ്മളൊന്ന് റെഡിയാക്കി വെക്കുക, ഇതിലൊക്കെ ചേർത്ത് എഴുതാൻ പറ്റുന്നതാണ് നമുക്ക്. പിന്നെ നമുക്ക് ഈ ഒരു കവിതയൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. കവിത എന്താണ് കവിതയിൽ പറയുന്നത്? ആദ്യത്തതിൽ मेरे आने से पहले ही कोई लौट कर चला गया है, घर के ताले में उसकी पर्ची घुसी है, आया होगा न जाने किस काम से, वह न जाने कितनी बातें रही होंगी मुझसे कहने को, चले गई है सारी बातें भी लौट कर उसी के साथ, रास्ते में हो सकता है कहीं उसने पानी तक न पिया हो, सोचा होगा शायद उसने कि यह मेरे साथ पिएगा चाय, कैसा लगता है इस तरह किसी का घर से लौट जाना, इस कविता कभी कोई नहीं लौटा होगा, बचपन के उस पैतृक घर से, वहाँ बाबा दे, दादी दे, माँ और पिता दे, लड़ते झगड़ते भी साथ साथ रहते दे सारे भाई बहन, कोई न कोई हर वक्त बना ही रहता घर में, पल तो पल को बिठा ही लिया जाता था हर आने वाले को, पूछ लिया जाता था गुड़ और पानी को, खबर मिल जाती थी बाहर गए आदमी की, ताला देखकर शायद ही कभी कोई लौटा होगा घर से, टूटने के क्रम में टूट चुका है बहुत कुछ, अब इस घर में रहते हैं इन मीन तीन जन, निकलना हो कहीं तो सब निकलते हैं एक साथ, घर सुना छोड़कर यह छोटा सा एकल परिवार, कोई एक बाहर चला जाए तो दूसरों को काटने को दौड़ता है घर, नए चलन ने बहुत सहूलियत बख्शी है चोरों को, काम हो रहा है मिलना जुलना, कम हो रही है लोगों की जान पहचान, सुख दुख में भी पहले की तरह इकट्ठे नहीं होते लोग, तार से आ जाती है बधाई और शोक संदेश, बाबा को जानता था सारा शहर, पिता को भी 4 मोहल्ले के लोग जानते थे, मुझे नहीं जानता मेरा पड़ोसी मेरे नाम से, अब सिर्फ एल्बम में रहते हैं, परिवार के सारे लोग एक साथ टूटने की इस प्रक्रिया में क्या क्या टूट है कोई नहीं सोचता, कोई ताला देकर मेरे घर से लौट गया है. വലിയൊരു ചാപ്റ്ററാണ്, പക്ഷെ നമ്മൾ അതിൻ്റെ മെയിൻ കാര്യങ്ങൾ മാത്രം പോയിന്റ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ ഇതിപ്പോൾ വായിക്കുന്നത് പോലെയാണ് അല്ലേ, സമകാലീൻ കവിതയുടെ പ്രത്യേകതയാണ്. നമ്മളിങ്ങനെ ചിലപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്കത് ക്ലിയർ കിട്ടും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ അത്യാവശ്യം ഇതിൽ ഗർമേ ലൗട്ട് ജാന വരെ കൊടുത്തിട്ടുണ്ട്. ഗർമേ ലൗട്ട് ജാന എന്നുള്ള രീതി വരെ കൊടുത്തിട്ടുണ്ട്. ഇതുവരെയാണ് ഫസ്റ്റത്തെ ഭാഗം കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലെന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. കവിത की शुरुआत किसी व्यक्ति के दरवाजे पर ताला लगा, അതായത് ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്, മേരെ ആനെ സെ പഹലെ ഹി കോയി ലൗട്ട് കർ ചലാ ഗയ അല്ലേ. നമ്മളിപ്പോൾ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ, ഇപ്പോൾ ഒരു അണു കുടുംബമാണെങ്കിൽ 1 2 കൂടിയ 3 പേരിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ എല്ലാവരും വർക്ക് ചെയ്യുന്നവരാ അല്ലേ, ജോലിക്ക് പോകുന്നവരാ. അപ്പോൾ വീട്ടിൽ ആരും ഉണ്ടാവില്ല, ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് പോകുന്ന അവസ്ഥയാണ് അല്ലേ. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആര് തന്നെ കയറി വന്നാലും ആ വീട്ടിൽ ആരും ഉണ്ടാവില്ല അല്ലേ. അയാൾക്ക് എന്തെങ്കിലും നമ്മളോട് സംസാരിക്കണമെങ്കിൽ, നമ്മളോട് കുറച്ച് കാര്യങ്ങൾ, എന്തെങ്കിലും കാര്യം നമ്മളോട് ഇൻഫർമേഷൻ തരാനാണ് വരുന്നതെങ്കിൽ ഒന്നും ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പം അത് തന്നെ ആ തീം തന്നെ അദ്ദേഹം തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്, അപ്പം ജാൻതേ ഹേ, അതായത് കവിതാക്ക് ശുരുവത്ത് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ കിസി വ്യക്തിക്ക് ദർവാസെ പർ താല ലഗ, അതായത് ആരോ ഒരു ആള് വന്നിട്ടുണ്ട്, നമ്മുടെ ഡോറിൻ്റെ അടുത്ത് വന്നിട്ട് എന്തോ എഴുതി വെച്ച് പോവാണ്. ദേഖ് കർ ലൗട്ടെ ജാനെ സെ ഹുയി ഹെ, കവി ബതാതാ ഹെ ദർവാസെ മേ താല ലഗ ദേഖ് കർ കിസി ആഖ്തുംഗ് നെ താലെ മേ ഏക് പർച്ചി ലക്കാ ഥി. അതായത് നെക്സ്റ്റ് അയാൾ എന്താ ചെയ്യണത്, ആരും ഇല്ലാന്ന് കണ്ടിട്ട് അവിടെ ഒരു എഴുത്ത് എഴുതി വെച്ചിട്ട് പോവാണ് അല്ലേ.
അപ്പോൾ അതോടുകൂടി അവിടെയുള്ള നമ്മുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ സ്റ്റോപ്പ് ആവുകയാണ് അല്ലേ. ജോയിൻറ്റ് ഫാമിലി ആണെങ്കിൽ എങ്ങനെയാണ്, ജോയിൻറ്റ് ഫാമിലിയിൽ ആണെങ്കിൽ ആരെങ്കിലും അവരെ സ്വീകരിക്കാൻ ആളുണ്ടായിരിക്കും അല്ലേ. അപ്പം പക്ഷേ സ്വീകരിച്ചിരുത്താൻ ആളില്ലാത്ത അവസ്ഥയ്ക്ക് എന്ത് ചെയ്യും, വരുന്ന ആൾ അയാൾക്ക് എന്ത് ഇൻഫർമേഷനാണ് നമുക്ക് പാസ് ചെയ്യാനുള്ളത് അത് അവിടെ ഒരു ചെറിയ പേപ്പറിൽ എഴുതി അവിടെ തൂക്കിയിട്ട് പോവുക അല്ലേ. അതോടുകൂടി നമ്മൾ ആ വന്ന ആളുമായിട്ടുള്ള കണക്ഷൻ അവിടെ സ്റ്റോപ്പ് ആവുകയാണ് അല്ലേ. അപ്പം ഇങ്ങനെ രണ്ടിൻ്റെയും വ്യത്യാസമാണ് ഇതേ ഇവിടെ പറയണത്. സംയുക്ത ഫാമിലി ആണെങ്കിൽ ആ വരുന്ന ആൾ ഇൻവൈറ്റ് ചെയ്യും അല്ലേ, നമ്മൾ അയാൾക്ക് ചായ കൊടുക്കും അല്ലേ, അയാളുമായിട്ട് സംസാരിക്കും, അവിടെ അയാളുടെ കുടുംബത്തിനെ കുറിച്ച് സംസാരിക്കും, ആ വീട്ടുകാരെ കുറിച്ച് സംസാരിക്കും, എല്ലാം പറയും അല്ലേ. പക്ഷേ ഇവിടെ അതൊന്നുമില്ല, അതോടുകൂടി അവിടെ കണക്ഷൻ അവിടെ വിട്ടുപോവാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ എടുത്തു പറയുന്നത് കേട്ടോ. एकल परिवार के सदस्य अपने अपने कार्यों से घर से बाहर जाते रहते हैं, इसलिए उन्हें घर के दरवाजे पर ताला लगना पड़ता है. അപ്പോൾ അവരെന്ത് ചെയ്യും, ലോക്ക് ചെയ്ത് പോവുക അല്ലേ. താല ലഗ്ന എന്ന് പറഞ്ഞാൽ വാതിൽ ലോക്ക് ചെയ്ത് പോവുക അല്ലേ. അപ്പോൾ വരുന്ന ആൾ എന്ത് ചെയ്യുന്നു, പർച്ചി ലഗാതി ഹെ. പർച്ചി എന്ന് പറഞ്ഞാൽ ചീട്ട്, ഒരു പീസ് കടലാസിൽ എന്തെങ്കിലും എഴുതിയിട്ട് അവിടെ വെച്ച് പോവുക അല്ലേ. അപ്പം നമ്മുടെ വീട് എപ്പോഴും അടഞ്ഞു കിടക്കുന്ന അവസ്ഥയ്ക്ക് വരുന്ന വ്യക്തിക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു പീസിൽ എഴുതിയിട്ട് അവിടെ വെച്ച് പോവുക അല്ലേ. അതാണ് കുടുംബത്തിൽ നടക്കുന്ന കാര്യം. പക്ഷേ സംയുക്ത ഫാമിലിയിൽ അങ്ങനെയല്ലാന്ന് അദ്ദേഹം എടുത്തു പറയുന്നത്. കവി ഈസ് ബാസ് ചിന്തിത് ഹെ. അദ്ദേഹത്തിന് അതിൽ വളരെയധികം വിഷമാണ്. അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്ത്, മില്ലെ കേലി ആനെ വാലെ വ്യക്തി മിലെ ബിന ലൗട്ട് ചലത്താ ഹെ. കാണാൻ വരുന്ന വ്യക്തി കാണാതെ തിരിച്ചു പോവുകയാണ്. ഉസ്കി ചിന്താ കാ വിഷയ യഹ് ബി ഹെ. അദ്ദേഹത്തിന് ചിന്തയുടെ വിഷയം ഇതാണ്, യേ വ്യക്തി ജാനെ കിസ് കാം മേ ആയാ ഹോഗ. അദ്ദേഹം എന്തിനായിരിക്കാം ഇവിടെ വന്നിട്ടുണ്ടാവുക. ഉസ്കെ പാസ് ബഹുത് സി ബാത്തേ രഹത്തി ഹോങ്കി ഹെ അല്ലേ. അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാൻ ഉണ്ടായിരിക്കാം. കായനെ കെ ലിയേ ലേക്കിൻ ബിനാ കഹേ ഹി വ ലൗട്ട് ഗയ. പക്ഷെ അതൊന്നും പറയാതെ അയാൾ തിരിച്ചു പോയിട്ടുണ്ടാവാം അല്ലേ. അപ്പോൾ അതിൽ അദ്ദേഹം എന്താണ്, വളരെയധികം വിഷമം അനുഭവിക്കുന്നു എന്നാണ് ആ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറഞ്ഞത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇസ് തരേ കബി കോയി നെഹി ലൗഡ് ഹോഗ. അതായത് അതിൻ്റെ ബാക്കി ഇസ് തരേ കബി അല്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഏതുവരെ, കാട്ട്നെ കോ ദൗഡ്താ ഹേ ഗർ, കാട്ട്നെ കോ ദൗഡ്താ ഹേ ഗർ എന്നുള്ളത് വരെ കേട്ടോ. ഇതുവരെയുള്ളതാണ് സെക്കൻഡ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം, അതായത് നമ്മൾ തുടക്കത്തിൽ പ്രസംഗം കൊടുക്കണം. അതെന്ത് കൊടുക്കണം, രാജേഷ് ജോഷിക്ക് കവിതാ ഹേ സംയുക്ത പരിവാർ. സംയുക്ത പരിവാർ എന്താണെന്ന് എഴുതുക, എക്കൽ പരിവാർ എന്താണെന്നുള്ള എഴുതുക അല്ലേ. സംയുക്ത പരിവാർ മേ ദാദാ ദാദി മാ ബാപ്പ് ആദി चाचा चाची आदि भी है, लेकिन एकल परिवार में वह कोई नहीं है. उसकी परिवार में മാതാപിതാ ഓർ ബച്ച ബി ഹേ അല്ലേ. അതും കൂടെ അവിടെ കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വ്യാഖ്യാനത്തിലേക്ക് കൊടുക്കുക. എന്താ അതിൽ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻസയിൽ പറഞ്ഞിരിക്കുന്നത്, ഹമാരി പരമ്പരാമേ അതിഥി ദേവോ ഭവാക്ക് ആദർശിക്ക പാലൻ ഹോത്ത രത്ത അല്ലേ. നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ചിട്ട് നമ്മൾ അതിഥി ദേവോ ഭവ, ഒരു ദൈവത്തിനെ പോലെയാണ് നമ്മൾ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നതും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം അല്ലേ. അതിഥി ദേവോ ഭവ എന്നുള്ളതാണ് അല്ലേ. ആ ഒരു കൾച്ചർ നമ്മൾ മുന്നോട്ട് പോയിരുന്നു കുറച്ച് കാലം വരെ. ഇപ്പോഴും നമ്മൾ ചെറിയ രീതിയിലൊക്കെ അത് വിട്ടുപോവാതെ പോകുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലേക്ക് ഇനി നമ്മൾ ആൾ വിളിച്ചു കൊണ്ടുപോയിട്ട് ഭക്ഷണം ചായയൊക്കെ കൊടുക്കുന്നു അല്ലേ. മാറ്റം വന്നു തുടങ്ങിയിരിക്കുക അല്ലേ. ഹമാരെ യഹ വൈദിക യുഗമേ, അതായത് വൈദിക കാലഘട്ടത്തിൽ തുടങ്ങിയിട്ട് തന്നെ ഈ ഒരു രീതി അതിഥികളെ ദേവതയ്ക്ക് തുല്യമായിട്ട് കാണുന്ന രീതിയുണ്ട് അല്ലേ. പക്ഷേ ഇപ്പോൾ എന്താണ്, പല വീടുകളിലും നമ്മളൊരു അതിഥി വന്നു കഴിഞ്ഞാൽ അയാളെ ഇൻവൈറ്റ് ചെയ്യാനോ അയാളെ സ്വീകരിക്കാനോ ഒന്നും ആരും ഇല്ല എന്നുള്ളതും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് തന്ന് നമ്മൾ പറയേണ്ടത്, ഈ പാഠത്തിന് അധികം ക്വസ്റ്റ്യൻസ് ക്യാ ഹേ സംയുക്ത പരിവാർ, ക്യാ ഹേ എക്കൽ പരിവാർ, ഉസ്കി സമസ്യ ക്യാ ഹേ, എക്കൽ പരിവാർക്ക സമസ്യ ക്യാ ഹേ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടിട്ട് കുറച്ച് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്താൽ മതി. कविता के इस अंश में कवि उपभोक्तावादी संस्कृति पर आधारित नागरिक जीवन शैली की तुलना ग्रामीण जीवन शैली से करता है. അതായത് നമ്മളൊക്കെ ഇപ്പം എന്താണ്, നമ്മുടെ കൾച്ചറിന് തന്നെ മാറ്റം വന്നിരിക്കുകയാണ് അല്ലേ. സിറ്റി ലൈഫിൽ നമുക്ക് ഇതൊന്നും ഇല്ല. നമ്മളിത് ഇനി വരുന്ന വ്യക്തിക്ക് കയറി ഇരിക്കണമെന്നില്ല, അയാൾക്കും തിരക്കാണ് അല്ലേ. അപ്പോൾ അയാൾക്കും നമ്മളെ കാണുന്നില്ല. ഇവിടെ ഇല്ലാത്ത ആളുകൾക്ക് എന്താണ്, അയാൾ വന്നു പോയതിന് വിഷമവുമില്ല. അപ്പോൾ ഗ്രാമീണ ജീവിതവുമായിട്ട് ചേർത്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. ഗ്രാമീണ ജീവിതത്തിൽ ഇപ്പോഴും സംയുക്ത പരിവാറുണ്ട് അല്ലേ. ജോയിൻറ്റ് ഫാമിലി ഒരുപാട് ഗ്രാമീണ ജീവിതത്തിൽ അല്ലേ, ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും അത് കുറേയൊക്കെ ഉണ്ട്. ജഹാ മുസ്കേലിയെ പഹലെ ഘർ കാ മത്ലബ് യ സംയുക്ത പരിവാർ ഹുവാ കർത്ത. ഘർ എന്ന് പറഞ്ഞാൽ ഒരു സംയുക്ത പരിവാറായിട്ടാണ് ഗ്രാമത്തിൽ കാണുന്നതെന്ന് കേട്ടോ. അപ്പോൾ അത്രയാണ്
സെക്കൻഡ് വരുന്നത് കേട്ടോ. അപ്പം രണ്ട് അതിഥി ദേവോ ഭവ അല്ലേ, അതിഥി ദേവോ ഭവ എന്നുള്ള ഒരു സംസ്കൃതി നമുക്കുണ്ടായിരുന്നു, അതാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഹമാരി പരമ്പരാമേ അതിഥി ദേവോ ഭവക്കെ ആദർശിക പാലൻ ഹോത്താ രഹത്താ ഹൈ ലേക്കിൻ ആജ് വ നഹി ഹേ എന്നൊക്കെ കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ ഈൻ മീൻ തീൻ എന്നുള്ള കൊടുത്തിട്ടുണ്ട്, അതായത് വളരെ കുറച്ച് കവി കെ ശബ്ദമേ അബ് ഇസ് ഘർ മേ രഹത്തെ ഹേ കോൻ ഈൻ തീൻ ജൻ അല്ലേ, ഈൻ മീൻ തീൻ ജൻ, അതായത് വളരെ കുറച്ച് 3-4 ആൾക്കാർ മാത്രം, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ഭാഗം, നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് സ്റ്റാൻസയിൽ മൂന്നാമത്തതിൽ നയേ ചലൻസിനെ ബഹുത്ത് അല്ലേ, അത് തുടങ്ങിയിട്ട് കോയി താല ദേക്കർ മേരെ ഘർ മേ ലൗട്ട് ഗയാ ഹെ ഇതുവരെ കേട്ടോ, അതുവരെയാണ് നെക്സ്റ്റ് വരുന്ന ഭാഗം. അതിലെന്താ പറഞ്ഞത്, കവി യഹാം ഉസ് സമയക്ക് യാദ് കർത്താ ഹെ, അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലേക്ക് പല കാര്യങ്ങൾ വരണേ. ജബ് ലോക ഈസ് ദൂസരേക്ക് സുഖ ദുഃഖമേ ഷാമിൽ രഹത്തെ ഹെ, അതായത് നമ്മൾ കുറച്ച് കാലം മുന്നേ എന്താണ്, ജബ് ലോക് അതായത് ആളുകൾ ഏക ദൂസരേക്ക് സുഖ ദുഃഖമേ ഷാമിൽ, ഒരാൾ മറ്റൊരാളുടെ സുഖ ദുഃഖത്തിൽ ചേർന്നിരുന്നു. ഇസ്കെ വിപരീത ആജ് എക്കൽ പരിവാർമേ സബി ലോക് ജീവൻ കി അപ്പനെ അപ്പനെ ജरूरतമേ ഉൽച്ചേ, പക്ഷെ അതിന് വിപരീതമായിട്ട് ഇന്നത്തെ കാലത്ത് എന്താണ്, എക്കൽ പരിവാറിൽ ആളുകൾ എന്താ ചെയ്യണത്, അവരവരുടെ കാര്യങ്ങൾക്ക് അല്ലെ അപ്പനെ അപ്പനെ ജरूरतം, അവരവരുടെ കാര്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സംയുക്ത പരിവാർമേ ലോക് സുഖ ദൂസരോ के सुख दुख में शामिल होते हैं, लेकिन आज एकल परिवार में अपनी अपनी जरूरतों में उलझे हैं, അതാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. इसी जीवन शैली के कारण एक और लोगों के पास एक दूसरे के लिए समय नहीं है. പിന്നെ എന്താണ്, മറ്റൊരു സെന്റൻസ് കൂടെ നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റും. ഐസി ജീവൻ ശൈലിമേ, നമ്മുടെ ഇന്നത്തെ ആ ഒരു ജീവിത ശൈലിയിൽ നമ്മൾ എന്താണ്, ഏക് ഓർ ലോഗോं के पास एक दूसरे के लिए समय नहीं, മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടാനുള്ള സമയം നമ്മളിലില്ല, നമുക്ക് തന്നെ സമയമില്ലാത്ത രീതിയിൽ നമ്മൾ പോകുമ്പോൾ മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടാനുള്ള സമയം നമുക്കില്ല. അപ്പോൾ അതും, അപ്പോൾ 2 സെൻറ്റൻസായി. इसकी मुख्य वजह, ഇനി മുഖ്യ കാര്യം എന്താണ്, लोग अपने नाते रिश्तेदार के साथ रहते हैं और न पड़ोसियों के मित्रता कायम करने के अब फुर्सत है अല്ലേ, നമ്മുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സിൻ്റെ കൂടെ മാത്രമേ നമ്മൾ എന്താ പറയുക മുന്നോട്ട് പോകുന്നുള്ളൂ, അവരുടെ കൂടെയാണ് നമ്മൾ നടക്കുന്നതും ഒക്കെ അല്ലേ. അത് ഏറ്റവും അടുത്ത് തന്നെ നമ്മുടെ പാരൻസിന്, അതിനപ്പുറത്തേക്ക് നമുക്കൊരു ഫാമിലി മെമ്പറിനെ നമുക്ക് പരിചയവും കാണില്ല അല്ലേ, നമ്മുടെ കുട്ടികളോട് ചോദിച്ചാലും അവർക്കും തിരിച്ചറിയണമെന്നില്ല അല്ലേ. ഒന്ന പടോസി, അതുപോലെ തന്നെ പടോസി മീൻസ് നൈബേഴ്സ് അല്ലേ, അയൽവാസികളുമായിട്ട് ഒരു കണക്ഷൻ വരുന്നില്ല അല്ലേ, അവരുമായിട്ട് മിത്രതയില്ല അല്ലേ. അപ്പോൾ അതൊക്കെ, പിന്നെ അത് മാത്രമല്ല ലോക മൊബൈൽ ആദ്യ മാധ്യമോं के जरिए बधाई और शोक के സന്ദേശ് भेजकर ഔപചാരികത പൂരി करती है. ഇനി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇനി സുഖമാണെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ കാര്യങ്ങളാണെങ്കിലും ബധായി മീൻസ് നമ്മൾ അവരെ കൺഗ്രാജുലേഷൻ പറയാനൊക്കെയാണ് നമ്മൾ മൊബൈൽ വഴി യൂസ് ചെയ്യാണ്. ഷോക്ക് എന്ന് പറഞ്ഞാൽ സങ്കടകരമായ കാര്യങ്ങളാണ്, അതിനും നമ്മൾ മൊബൈൽ വഴി ഒരു മെസ്സേജ് അയക്കുക മാത്രം, അതോടുകൂടി അത് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത്രയാണ് അതിൽ വരുന്നത്. പിന്നെ ഇത്രയും കാര്യങ്ങൾ ആണ് സംയുക്ത പരിവാറിൽ വരുന്നത് കേട്ടോ. സംയുക്ത പരിവാർ എന്നുള്ള അതിൻ്റെ ഓരോ ഭാഗത്തിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് പറ്റുന്ന ഭാഗങ്ങൾ എടുത്തിട്ട് വായിച്ച് നോക്കുക എന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാഷാശൈലി പറയും കേട്ടോ. ഭാഷാശൈലി എന്താണ്, ആധുനിക കവിത की ഭാഷ, बोलचाल की भाषा है, आम बोलचाल की भाषा है രാജേഷ് ജോഷി की കവിത में, അപ്പോൾ അത് കൊടുക്കുക. പിന്നെ सरल और सहज है അത് കൊടുക്കാം. പിന്നെ ഭാഷ की सहजता और इस कविता की महत्वपूर्ण विशेषता है അല്ലേ, വളരെ സിമ്പിളായിട്ട് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരാം അല്ലേ, സംസാരിക്കുന്ന പോലെ ഗദ്യ രൂപത്തിലുള്ളതാണ് അല്ലേ. സമകാലീൻ കവിത एक ഗദ്യ രൂപമേ है, इसलिए എന്താണ് സഹജത इस कविता की महत्वपूर्ण भाग है, ഇങ്ങനെയൊക്കെ കൊടുക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്കിതിലൊരു കവിത വരുന്നുണ്ട്, നരേഷ് സക്സേനയുടെ കേട്ടോ. നരേഷ് സക്സേന അദ്ദേഹം സമകാലീൻ കവിതയാണ്. നമുക്ക് വേഗം മറ്റൊരു റെഫറൻസ് കാര്യങ്ങളൊന്നും വേണ്ട ഇങ്ങനെയുള്ള കവികളുടേത്, കാരണം പഴയ കവിതകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ റെഫർ ചെയ്യേണ്ടി വരും, മീനിങ് അറിയാത്തതുണ്ടാവും, ഭാഷ നമുക്ക് പിടിയില്ലാത്തതുണ്ടാവാം. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ ഒരു സമകാലീൻ കവിതകൾക്ക് ഉണ്ടാവില്ല. കാരണം എന്താണ്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് എന്താണോ പറയാനുള്ളത് അവർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുക. അപ്പോൾ നരേഷ് സക്സേനയുടെ നക്ഷേ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു കവിതയും കൂടിയുണ്ട്. ഈ കവിതയ്ക്ക് നമുക്ക് പറയുകയാണെങ്കിൽ നക്ഷേ എന്ന് പറഞ്ഞാൽ എന്താണ്, പിക്ചർ എന്നുള്ളതാണ് കേട്ടോ. പിക്ചർ എന്നുള്ള മീനിങ് നക്ഷേ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിക്കുക ഞാൻ നക്ഷേ എന്നുള്ളത്. നക്ഷേ മേ ജംഗിൾ ഹേ പേട് നഹി, നക്ഷേ മേ നദിയാ ഹേ പാനി നഹി, നക്ഷേ മേ പഹാഡ് ഹേ പത്തർ നഹി, നക്ഷേ മേ ദേശ് ഹേ ലോഗ് നഹി,
समझ ही गए होंगे आप कि हम सब एक नक्शे में रहते हैं। हमारी पैंटों और चप्पलों से लेकर वलीयत और चोटों के निशान, नब्ज रक्तचाप और तापमान स्वप्नों और स्मृतियों सहित नप चुके हैं और नक्शे तैयार है। नक्शे में नदियाँ अब भी कितनी साफ है और चमकदार कहती हुई हमें तो अब यहाँ अच्छा लगता है। नक्शों में गतियाँ है, लक्ष्य है, दिशाएं है, अतीत है, भविष्य है और सब तरह के रंग क्या नहीं है। बाजारे के रोटियां और धनिये पोतनी की चटनी तक नक्शे में जा चुकी है। एक लंबे क्यू में खड़े बदहवास हम पूछते हैं, भाई साहब कहीं हम नक्शे से बाहर तो नहीं छूट जाएंगे। नक्शे में सबसे खतरनाक चीज़ होती है उनका पैमाना कटाता ही पैनों हो जाती है पहाड़, समुद्र पोकार हो जाती है, शहरों को छोड़िए छोटे मोटे देश तक गायब हो जाते हैं। इसमें क्रूर सरवार नक्शे नहीं आंखें ठहराती जाती है, तफरीफ की जगह नहीं है, ये नक्शे से फौरन बाहर निकल आइए। मुझे लगता है एक दिन सारे नक्शे को मोड़कर जेब में रख लेगा कोई മസ്ഖര ഓർ ചൽത്ത ബനേഗ. ഇത്രയും ഒരു വലിയൊരു ചാപ്റ്ററാണത്. വലിയൊരു കവിതയാണെന്ന് പറയാം. പക്ഷെ അതിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. നക്ഷയിൽ ഭാഷ ഓക്കെ സർവേശ്വർ നരേഷ് സക്സേന കേട്ടോ. നരേഷ് സക്സേനയുടേതാണ് വായിച്ചിട്ടുള്ള കവിതയും. ഇതിന് തൊട്ട് താഴെ തന്നെ ഉണ്ട്. നക്ഷേ മേ ജംഗിൾ ഹേ പേട് നഹി, നക്ഷേ മേ നദിയാം ഹേ പാനി നഹി. അപ്പം ഇതിൽ കുറേയൊക്കെ ഫിലോസഫി കാര്യങ്ങളൊക്കെയാണ്. സമകാലീൻ കവിതയാണെങ്കിലും ഇത് നമുക്ക് വേഗം മനസ്സിലാവും. നക്ഷേ മേ ജംഗിൾ ഹേ, ചിത്രത്തിൽ എന്തുണ്ട്? ഒരു മാപ്പ്. നക്ഷ മീൻസ് മാപ്പ്, പിക്ചർ എല്ലാം, ഒരു ഔട്ട്ലൈൻ ഒക്കെ നമുക്ക് പറയാം. നക്ഷേ മേ ജംഗിൾ ഹേ, ഒരു ചിത്രം എടുത്താൽ ഒരു കാടുണ്ട്, പക്ഷെ പേട് നഹി അല്ലേ, മരങ്ങളൊക്കെ തെങ്ങി നിറഞ്ഞിരിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ഫോറസ്റ്റ് ആയിട്ട് കണക്ക് കൂട്ടുന്നത്. ഒരു കാട്ടുപ്രദേശം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് മരങ്ങളും കുറ്റിച്ചെടികളൊക്കെ ചേർന്ന് നിൽക്കുന്നതിന് നമ്മൾ പറയാം അല്ലേ. പക്ഷെ എന്താണ് ആ ചിത്രത്തിൽ, ആ മാപ്പിൽ എന്തുണ്ട്? കാടുണ്ട്, പക്ഷെ മരമില്ല. നക്ഷേമേ നദിയാമേ പാനി നഹി, പക്ഷേ അത് ചിത്രത്തിൽ എന്തുണ്ട്? നദികളുണ്ട്, വെള്ളമില്ല. നക്ഷേമേ പഹാഡ് ഹേ പത്തർ നഹി, ആ ചിത്രത്തിൽ എന്തുണ്ട്? ഔട്ട്ലൈനിൽ ഒരു മലയുണ്ട്, ഒരു കുന്നുണ്ട് അല്ലേ, ഒരു മൗണ്ടെയിൻ ഉണ്ട്, പത്തർ നഹി, പക്ഷെ അവിടെ കല്ലുകളില്ല എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടോ. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആസ്വാദൻ കുറിപ്പൊന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഭാഗം നമുക്ക് നക്ഷേമേ ജംഗിൾ ഹേ തുടങ്ങിയിട്ട് ഹമേ തോ അബ് യഹി അച്ഛാ ലഗ്താ ഹേ എന്ന് വരെ കേട്ടോ. ഹമേ തോ അബ് യഹി അച്ഛാ ലഗ്താ ഹേ, ഇത്രയും ഭാഗത്തിൻ്റെ ഒരു ഡീറ്റെയിൽ ആണ് ഞാനിവിടെ പറയുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് अब तक आप कविता पढ़ चुके हैं, नक्शे देखना एक बात है और नक्शे को मानवीयता और उसकी आवश्यकताओं से छोड़कर समझना दूसरी बात है. അപ്പോൾ ഈ നക്ഷേ എന്നുള്ളതിൻ്റെ മീനിങ് ആണ് പറയുന്നത്. എന്താണ്? ഒന്ന് നമുക്ക് ഒരു മാപ്പ്, നമുക്കൊരു ഔട്ട്ലൈൻ, നമ്മൾ എന്താണ് നമുക്ക് അവിടെ എത്തിച്ചേരാനും നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളൊരു മാപ്പ് യൂസ് ചെയ്യുന്നത്. ഒരു പിക്ചർ അല്ലേ, ഒരു പിക്ചർ നമ്മുടെ മുന്നിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്രയും മരങ്ങളുണ്ട്, ഇത്ര ഇങ്ങനൊരു സ്ഥലമാണ്, ഇതൊരു പിന്നെ വില്ലേജാണ് അല്ലേ, ഇതൊരു സിറ്റിയാണ്, ഇതൊരു മനുഷ്യനാണ്, ഇയാൾക്ക് ഇത്രയും ബ്യൂട്ടി ആയിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ തിരിച്ചറിയാൻ അല്ലേ. അതിലെന്താണ് ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മാനവീയത റൂസ്കി ആവശ്യകതാവും സെ ചോടുക്കർ സമച്ചിന ചാഹിയെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? പിക്ചറായിട്ട് മാത്രം കാണാതെ നമ്മൾ മാനവീയത റൂസ്കി ആവശ്യകതാവും സെ ചോടുക്കർ സമച്ചിന ചാഹിയെ. അതായത് മാനവീയത എന്നത് ഹ്യൂമാനിറ്റി അല്ലേ, അതായത് ഒരു മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങളും കൂടെ ഒരു മനുഷ്യൻ്റെ പിക്ചർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ചിത്രം മാത്രമല്ല, അയാളുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. ചിത്രത്തിന് മാത്രം നമ്മളോട് ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല അല്ലേ. അതതിൻ്റെ ഫിസിക്കലായ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മൈൻഡിലേക്ക് വരുള്ളൂ. അതല്ലാതെ അതിന് അപ്പുറത്ത് കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് അദ്ദേഹം പറയണത് അല്ലേ. അതിനെയും കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം. അത് മനുഷ്യനാണെങ്കിൽ എന്താണ്, നമുക്ക് ചുറ്റുമുള്ള മറ്റ് കാര്യങ്ങളാണെങ്കിൽ അല്ലേ. ഇപ്പം നമ്മളൊരു എന്താ പറയുന്നത്, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കൊടുത്തിട്ടുള്ളതിൽ എന്താ പറയുക, നക്ഷേമേ പഹാഡ് ഹേ എന്നൊക്കെ പറയണില്ലേ, നക്ഷേമേ പേട് ഹേ, നക്ഷേമേ ജംഗിൾ ഹേ, ഇങ്ങനെയൊക്കെ പറയണ്ടല്ലേ. അപ്പം
കാടുണ്ടെങ്കിൽ എന്താണ്, ആ കാട്ടിലെ മരങ്ങൾ മുറിച്ച് കളയുകയാണ് നമ്മളല്ലേ. അതായത് അതിന് എന്താണ്, ഒരു സോളില്ല, ഒരു സോളില്ലാത്ത അവസ്ഥയിലാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നക്ഷേമ നദിയാഹേ പാനി നഹി, ഒരു നദി അല്ലേ, നല്ല ഒഴുകിക്കൊണ്ടിരുന്ന നദി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ, കളകളാരവോ ഒഴുകി ഇങ്ങനെ കുതിച്ച് ചാടുന്ന നല്ല ശുദ്ധമായ വെള്ളത്തോട് കൂടിയതിനെ നമ്മൾ നദി എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് ചുറ്റും കാണുന്ന നദികൾ എന്താ, അങ്ങനെയൊന്നുമല്ല, വെള്ളം ഇല്ലാത്ത അവസ്ഥയാണ്, അല്ലെങ്കിൽ വേസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു നദിയാണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ അതിനവിടെ സോൾ ഇല്ലാതെ ആയിരിക്കുകയാണ് അല്ലേ. അതുപോലെ എന്താണ്, പഹാഡ് അല്ലേ, കുന്നുകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ കുന്നിൻ്റെ ചിത്രം അല്ലേ എത്ര മനോഹരമായിട്ട് നമുക്ക് കാണാം അല്ലേ. പക്ഷേ എന്താണ്, അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ആ കല്ലുകളൊക്കെ നമ്മൾ ഇല്ലാതെയാക്കിയിരിക്കുകയാണ്. അപ്പം അതിനെന്താണ്, ഫിസിക്കലി കാണുന്ന ആ പിക്ചറിൻ്റെ രൂപം ചിത്രത്തിൽ മാത്രമേ അതിന് ആ ഒരു രൂപം ഉള്ളൂ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതിൽ എന്താണ്, ആ രൂപം ഇല്ല. അത്രയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നരേഷ് സക്സേനയുടെ നക്ഷ എന്നുള്ള കവിതയുടെ നമ്മൾ ഫസ്റ്റ് ഭാഗത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ചിത്രങ്ങളിലെല്ലാം ഉണ്ട്. പക്ഷേ എന്താണ്, അത് നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരു മൗണ്ടെയിൻ നമ്മൾ പറയുകയാണെങ്കിൽ ആ മൗണ്ടെയിൻ എന്താണ്, ഇപ്പം നമുക്ക് ചുറ്റുമുള്ള മൗണ്ടെയിൻസിൻ്റെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എന്താണ്, അതിനൊരു സോൾ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് വരുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ അംശത്തിൽ പറയുന്നത്, അത് ഏറ്റവും അവസാനത്ത് കേട്ടോ, ഇസ്കെ ബാദ് പ്രാരംഭ ഹോത്താ ഹേ കി കവിത കാ സബ്സെ മഹത്വപൂർണ്ണ ഓർ അന്തിം ഹിസ്സ ഹേ അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ലാസ്റ്റ് ഭാഗത്തിന് അദ്ദേഹം പറയുന്നത് അല്ലേ. ഇൻ പങ്ക്തിയോ മേ കവി നക്ഷയ്ക്ക് അസ്ലിയത്ത് ഓർ ഉദ്ദേശിക്ക് ഉദ്ഘടിത് കർത്താ ഹേ. അസ്ലിയത്ത് എന്ന് പറഞ്ഞാൽ അതിന് ശരിയായ കാര്യം അല്ലേ. നമ്മളിപ്പോൾ ഒരു പിക്ചർ ഒന്നും വേണ്ട, സപ്പോസ് നമ്മളൊരു ഫുഡിൻ്റെ നമ്മൾ കാണുകയാണെങ്കിൽ അത് നല്ല അടിപൊളിയായിട്ടുള്ള പിക്ചർ നമുക്ക് കാണാൻ പറ്റും അല്ലേ. പക്ഷെ നമ്മൾ ആ ഫുഡ് കാര്യങ്ങളൊക്കെ അല്ലേ, പക്ഷെ അതിന് ടേസ്റ്റ് വൈസ് എന്താണ്, അത് നല്ലതായിരിക്കണം എന്നില്ല. അതുപോലെ തന്നെ എന്താണ് അല്ലേ, നമ്മൾ നല്ലൊരു കറിയൊക്കെ നമ്മൾ പിക്ചറൈസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാഴ്ചയിൽ അല്ലേ. പക്ഷെ അത് കഴിച്ചു നോക്കിയാൽ അറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താണ്. അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള ചിത്രങ്ങൾ എന്താണ്, വളരെ നല്ല മനോഹരമായിട്ടുള്ള ചിത്രങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളൂ. പക്ഷെ അതിലൊക്കെ എന്താണ്, കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. അതായത് അത് പൊള്ളയായിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്തിൻ്റെതാണെന്ന് പറഞ്ഞത്, അഭി തക് കവി നക്ഷേ കെ സ്വരൂപ് ഓർ ഉസ്കെ വർത്തമാന സ്ഥിതി പർ തടസ്ഥ ഭാവ്. അതായത് വർത്തമാന സ്ഥിതി എന്താണ്, നമ്മുടെ ഇന്നത്തെ കാലം നമ്മൾ ജീവിച്ചു പോകുന്ന ഈ ഒരു ചുറ്റുപാട്, ഈ കാലഘട്ടത്തിൽ എന്താണ്, എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ. ഒരു മലയാണെങ്കിലും ഒരു പുഴയാണെങ്കിലും ഒരു റോഡാണെങ്കിലും ഒരു വീട് അല്ലെ ഒരു മനുഷ്യൻ്റെ ചിത്രമാണെങ്കിലും അതിൻ്റെ ചിന്തകളും എല്ലാം മാറിയിട്ടില്ലേ. ഒരു മനുഷ്യൻ്റെ ചിന്താഗതി എന്താണ് നമുക്ക് ഒരു ചിത്രത്തിലൂടെ തിരിച്ചറിയാൻ കഴിയില്ല അല്ലേ. ആ ചിത്രത്തിനത് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്താണ്, ഒഴുകുന്ന ഒരു പുഴ അല്ലേ, ആ പുഴയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ആ ചിത്രത്തിൽ എന്താണ്, അതിൻ്റെ മനോഹാരിത മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ഭാഗത്തിൽ നക്ഷ ഈസ് പൂഞ്ചിവാദി വ്യവസ്ഥ ദ്വാര തയ്യാർ കി ഗയി ഉൻ തമാം യോജനാവോ ക പ്രതീക് ഹെ. ഒരു മാപ്പ് എന്ന് പറയുന്നത്, അതായത് ഒരു ഔട്ട്ലൈൻ, ഒരു പിക്ചർ എന്ന് പറയുന്നത് പൂഞ്ചിവാദി വ്യവസ്ഥ മുതലാളിത്ത വ്യവസ്ഥിതി അല്ലേ. നമുക്കൊക്കെ എന്താണ്, ഒരു മുതലാളിത്ത വ്യവസ്ഥിതിയുടെ കീഴിലാണ് എല്ലാം പോകുന്നത് അല്ലേ. അപ്പോൾ അവർ തയ്യാറാക്കി വെക്കുന്ന ഒരു മാപ്പ് മാത്രമാണ്, അവരുടെ ഗൂഢാലോചനയുടെ എന്താ പറയുക പിന്നിലുള്ള അല്ലേ കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അല്ലേ. ഒരു ബിസിനസ് തന്ത്രം മാത്രമാണ് ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു മാപ്പ് എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. അതാണ് നക്ഷ ഈസ് പൂഞ്ചിവാദി വ്യവസ്ഥ ദ്വാര തയ്യാർ കി ഗയി ഉൻ തമാം യോജനാവോ. യോജന മീൻസ് പദ്ധതി അല്ലേ. ആ പദ്ധതികളുടെ ഒരു പ്രതീകം മാത്രമാണ് ഈ ഒരു മാപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അതിലെന്തൊക്കെയാണ്, ജിസ്മേ ആം ലോഗോം ഓർ ദേശോം കി ഷാമിൽ ഹോനെ കെ ലിയെ മസ്ബൂർ കിയാ ജാത്ത ഹെ. എന്താണ് ഈ ചിത്രത്തിൽ ജിസ്മേം, അതായത് ഇസ് നക്ഷേം, അതാണ് ജിസ്മേം അല്ലേ. ആം ലോഗോം ഓർ ദേശോം കോ ഷാമിൽ ഹോനേക്ക് അല്ലേ. ആം ലോഗ് എന്നുള്ളത് സാധാരണ ജനങ്ങൾ അല്ലേ. സാധാരണ ജനങ്ങളെയും ദേശത്തിലും എന്താണ് നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലേ, നമ്മൾ ചേർന്ന് പോകാനേ പറ്റുള്ളൂ അല്ലേ. നമ്മൾ അതിലെന്താണ് മസ്ബൂർ, അതായത് നിർബന്ധിതരായി തീരണം. ആ പിക്ചറിൽ നമ്മൾ ഉൾപ്പെട്ടു പോവുകയാണ് അല്ലേ. ഈ ദേശത്തിനൊരു പിക്ചർ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ ഇന്ത്യ എന്നുള്ളൊരു മാപ്പ്, ഒരു ചിത്രം അല്ലേ. ആ ചിത്രത്തിൽ എന്തെല്ലാം ഉണ്ടല്ലോ, ഒരുപാട് ദേശങ്ങളുണ്ട്, വിവിധ തരത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്ന വിഭാഗങ്ങളുണ്ട്, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല് എല്ലാം കൊണ്ട് സമ്പുഷ്ടമാണ് അല്ലേ. കാഴ്ചയ്ക്ക് നല്ല അതിമനോഹരമാണ്. പക്ഷേ
എന്താണ് അതിനുള്ളിൽ കിടക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് എന്താ വർണ്ണിക്കാൻ പറ്റാത്ത അത്രയും മാറ്റങ്ങളുണ്ട് അല്ലേ. അതുപോലെ തന്നെ ചിത്രങ്ങളിൽ നമ്മളൊരു മാപ്പ് അല്ലേ, ഒരു ഇപ്പം നമ്മളിപ്പം മൊബൈലിലൊക്കെ ഇപ്പോഴും നമ്മളെന്താണ് മാപ്പ് നോക്കിയിട്ടാണ് പോകുക അല്ലേ. അതിന് എവിടെയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കി നമ്മൾ ഗൂഗിളിലൂടെയൊക്കെ അന്വേഷിച്ചാണ് പോവുക അല്ലേ. പക്ഷേ ഇവിടെ ഒരു മലയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്നൊരു സിറ്റിയിൽ ഇന്നൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവിടെ ഉണ്ടാവണം എന്നില്ല അല്ലേ. അപ്പം അതൊരു ഔട്ട്ലൈനായിട്ട് അവിടെ കിടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ പ്രസൻറ്റിലുള്ള അതിനെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെന്താ ജഹാം ശക്തിശാലി രാഷ്ട്ര ഓർ ലോക് ഹി തയ് കർത്തേ ഹെ. ശക്തിശാലികളായിട്ടുള്ള ഇൻ്റർനാഷണൽ ലെവലിൽ അല്ലേ, ശക്തിശാലികളായിട്ടുള്ള രാഷ്ട്രങ്ങൾ അവരുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ എന്താണ് ബിസിനസ് തന്ത്രങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ചില ആളുകളുടെ അഭിപ്രായങ്ങളും മാത്രമാണ് ചിത്രങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ എന്താണ് അവിടെ ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് അതിലൊരു റോളും ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. അവർ നിർബന്ധിതരായി തീരണം ആ പിക്ചറിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇദ്ദേഹം പറയണത് നരേഷ് സക്സേന മാനവീയക്ക് പ്രബൽ പക്ഷഗ്രഹ അല്ലേ, മാനവീയത പോവരുത്, ഹ്യൂമാനിറ്റി അല്ലേ, മനുഷ്യത്വം എന്നുള്ളൊരു സംഭവം ഇതിനിടയിലുണ്ട് അല്ലേ. അത് ഇന്നത്തെ കാലത്തില്ല. അതിങ്ങനെ മാപ്പിൽ ചിത്രത്തിൽ നമുക്ക് പല മനോഹരമായ ചിത്രങ്ങൾ കാണാം. പക്ഷെ എന്താണ് ആ ഒരു ഹ്യൂമാനിറ്റി, ഒരു മനുഷ്യത്വം എന്താണ് അതിൽ നമുക്ക് കാഴ്ചയിൽ കാണാൻ പറ്റില്ല അല്ലേ. ഒരു നദിയാണെങ്കിൽ അതിനെന്താണ് നല്ല ഒഴുക്കോട് കൂടിയ നദിയാക്കി തീർക്കുക ഒരു മനുഷ്യൻ വിചാരിച്ച് നടക്കും അല്ലേ. പക്ഷെ എന്താണ് ഫുള്ള് വളരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു നദിയാണ് നമ്മുടെ കാഴ്ചയിൽ നമുക്ക് കാണാൻ പറ്റുക അല്ലേ, ചിത്രത്തിൽ കാണുന്ന നദിയല്ല അല്ലേ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹം ഈ കവിതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മളിതിൻ്റെ ഒട്ടാകെ നമ്മൾ എഴുതുകയാണെങ്കിൽ ആസ്വാദന ടിപ്പണി എഴുതാൻ എങ്ങനെ എഴുതാം? നക്ഷേ ആധുനിക കാൽ के प्रसिद्ध कवि നരേഷ് സക്സേന की कविता है ये ചന്തുമുക്ത് കവിത. ചന്തുമുക്ത് കവിത പറഞ്ഞാൽ എന്താണ്? വൃത്തങ്ങളും അലങ്കാരങ്ങളും ഒന്നും ഇല്ലാതെ വളരെ ഗദ്യ രൂപത്തിൽ എഴുതുന്ന കവിതയാണ് അല്ലേ. അപ്പം നമുക്ക് ഇത് കൊടുക്കാൻ എന്ത് ये ചന്തുമുക്ത് കവിതാओं का एक उदाहरण है. ചന്തുമുക്ത് കവിതയാണ്. इस कविता में उन्होंने प्रकृति का स्वच्छ निर्मल एवं प्रसन्न रूपरेखा ഭോഗാത അല്ലേ. ഈ ചിത്രത്തിൽ അദ്ദേഹം ജീവിച്ച ഒരു ചുറ്റുപാടിൽ സ്വച്ഛമായി ഒഴുകുന്ന നദിയും മനോഹരമായ പ്രകൃതിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉള്ളതാണ് അല്ലേ. പക്ഷെ ഇന്നെന്താണ് അതൊക്കെ ഇല്ലാതെയായിരിക്കുകയാണ്, അതൊരു മാപ്പിൽ മാത്രം ഉൾക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുകയാണ്. പിന്നെ വസ്തു ഓർ പദാർത്ഥ ബി കവി കേലിയ മാനവയ്ക്ക് തരഹി സജീവ് ഹെ അല്ലേ. ഒരു മനുഷ്യനെ പോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനും അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലേ. ഇസ് കവിതാമേ കവി ബത്താന ചാത്താ ഹെ. ഈ കവിതയിലൂടെ കവി എന്താ പറയണത്? ഭൗഗോളിക് രൂപ സേ തോ യഹാം സബി ചീസ് മൗജൂദ് ഹെ അല്ലേ. ഭൗഗോളികമായിട്ട് അതായത് ഒരു ഭൂമിപരമായിട്ട് നമ്മളൊരു മാപ്പ് എടുക്കുകയാണെങ്കിൽ, അതിനൊരു പിക്ചർ എടുക്കുകയാണെങ്കിൽ അതിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലേ. മലകളുണ്ട്, പുഴകളുണ്ട്, മനുഷ്യരുണ്ട്, പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, എല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കിന്തു ഉൻക പ്രാണതത്വം ഉൻകി ജീവദന്ത ഗായബ്. പക്ഷേ അതിൻ്റെ പ്രാണതത്വം അതായത് നമ്മളിപ്പോൾ മനസ്സിലാൻ വേണ്ടിയാണ് സോൾ എന്ന് പറയുന്നത്, ഒരു ആത്മീയത അല്ലേ, ആത്മാവ് അല്ലേ. അതിനൊരു ആത്മാവ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം പേരിനുണ്ട്, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം മാത്രം അതിലില്ല, അതിനൊരു ജീവനില്ല. എനിക്ക് ജീവദന്ത ഗായബ്, അത് എവിടെയോ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ നക്ഷേമേ മാനവീയ ഏവം സംവേദനാവും ജഗ നഹി ജാതി ഹെ. ഒരു മാപ്പിൽ ഒരു ചിത്രത്തിൽ എന്താണ്? മാനവീയത ഏവം സംവേദനം, മനുഷ്യത്വവും അതുപോലെ തന്നെ സംവേദന എന്ന് പറഞ്ഞാൽ ഫീലിങ്സ് അല്ലേ, അതൊക്കെ എന്താണ് ആ ഒരു ചിത്രത്തിൽ ഉണ്ടാവില്ല അല്ലേ. അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള കാര്യം മാത്രമേ അതിലുള്ളൂ അല്ലേ. അപ്പോൾ ഇത്രയാണ് ഈ നക്ഷ എന്നുള്ള പാഠത്തിൽ നമുക്ക് പറയാനുള്ളത്. വളരെ കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്കത് പറയാൻ കഴിയും. അങ്ങനെ രണ്ട് കവിതയുടെ ഡീറ്റെയിൽസ് വളരെ ചെറിയ സംയുക്ത പരിവാർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ കുറച്ച് സെൻറ്റൻസുകൾ, ഒരു 5-6 സെൻറ്റൻസ് പഠിച്ചു വയ്ക്കുക. നക്ഷ എന്നുള്ളതിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കുറച്ച് പോയിൻറ്റ്സും പഠിച്ചു വയ്ക്കുക. പിന്നെ നരേഷ് സക്സേന സമകാലീൻ കവിയാണെന്ന് അറിയണം അല്ലേ. അപ്പം രാജേഷ് ജോഷി അതുപോലെ തന്നെയാണ്. അപ്പോൾ അവർ രണ്ടുപേരുടെയും 2-3 സെൻറ്റൻസ് നമ്മൾ ക്ലിയർ ചെയ്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ പാഠം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ.